ഒരു ദിവസം രുക്മിണി ദേവി ഭഗവാൻ ശ്രീകൃഷ്ണന് നല്ല ചൂടുള്ള പൂരി കൊണ്ടുചെന്നു കൊടുക്കുന്നു. ഭഗവാൻ അത് കഴിച്ചയുടനെ വായപുള്ളി രാധ എന്ന് വിളിക്കുന്നു. അതു കേട്ട രുക്മിണി ദേവി ഭഗവാനോട് ചോദിച്ചു, നാഥ, എപ്പോഴും എന്നെ അലട്ടുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളുടെ അർദ്ധാംഗിനിയാണ്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഇനിയും 8 ഭാര്യമാരുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും രാധ എന്ന പേരാണ് ഓർക്കുന്നത്? ഈ രാധ ആരാണ്? അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, നീ ഈ ചോദ്യം ചോദിക്കുന്നതിനു മുമ്പ് ഒരിക്കൽ രാധയെ കണ്ടുവരൂ. രുക്മിണി ദേവി രാധയെ അന്വേഷിച്ച് പുറപ്പെടുന്നു. രാധ താമസിക്കുന്ന ഭവനത്തിന്റെ സമീപം എത്തുമ്പോൾ അവിടെ പൂക്കൾ പറിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. നീ തന്നെയാണോ രാധ എന്ന് ചോദിക്കുന്നു. അവൾ പറഞ്ഞു, ഞാൻ രാധയല്ല, ഞാൻ രാധയുടെ ദാസിയാണ്. രാധാദേവി അകത്ത് വിശ്രമിക്കുന്നു. രുക്മിണി ദേവി മനസ്സിൽ ചിന്തിച്ചു, ദാസി ഇത്ര സുന്ദരിയാണെങ്കിൽ രാധാദേവി എത്ര സുന്ദരി ആയിരിക്കും. രുക്മിണി ദേവി അകത്ത് ചെന്നപ്പോൾ രാധാദേവിയെ കണ്ട് അത്ഭുതപ്പെട്ടു. രാധാദേവിയുടെ മുഖത്ത് കത്തിയ പാടുകൾ കണ്ട് രുക്മിണി ദേവി ചോദിച്ചു, നീ തന്നെയാണോ രാധ? നിന്റെ മുഖത്ത് ഈ കത്തിയ പാടുകൾ എന്താണ്? രാധാദേവി മറുപടി പറഞ്ഞു, ആരോ ശ്രീകൃഷ്ണന് ചൂടുള്ള ഭക്ഷണം കൊടുത്തു. ആ ചൂടുകൊണ്ടാണ് എനിക്ക് പൊള്ളലുകൾ വന്നത്. ശ്രീകൃഷ്ണനും ഞാനും വേറെയല്ല, ഒരു പ്രാണനുള്ള 2 ശരീരങ്ങളാണ് ഞങ്ങൾ. അത് കേട്ടപ്പോൾ രുക്മിണി ദേവിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും രാധയെ ഓർക്കുന്നത് എന്ന്. നിങ്ങളും രാധാദേവിയുടെ ഭക്തരാണ് എങ്കിൽ രാധേ ശ്യാം എന്ന് കമന്റ് ചെയ്യൂ.